അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനം മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. രോഗത്തെക്കുറിച്ചും രോഗം കൈകാര്യം ചെയ്യുന്ന വിധത്തെക്കുറിച്ചും വ്യക്തമായ മാർഗരേഖ തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പ്രാദേശിക തലത്തിൽ അവബോധം ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗം കേരളത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിലായി 3 പേരെ ബാധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക യോഗം ചേർന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെയ് 21 മലപ്പുറത്ത് 5 വയസ്സുകാരിയും ജൂൺ 16 കണ്ണൂരിൽ 13 വയസ്സുകാരിയും മരിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി ചികിത്സയിലും തുടരുന്നു. രോഗകാരിയായ നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയുമായി സമ്പർക്കത്തിൽ വരുന്ന 10 ലക്ഷം പേരിൽ 2.6 പേർക്ക് മാത്രമാണ് രോഗസാധ്യതയുള്ളെന്നിരിക്കെയാണ് കേരളത്തിൽ 3 പേർക്ക് രോഗം വന്ന സാഹചര്യം ആശങ്ക സൃഷ്ടിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രത്യേക പഠനവും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.